കൈരളി ന്യൂസ് ബിഗ് എക്സ്ക്ലൂസീവ് ആൻഡ് ഫോളോ അപ്പ്. എം.കെ. മുനീർ എം.എൽ.എയുടെ അമാന എംബ്രേസ് പദ്ധതിയിൽ കൂടുതൽ സ്വർണ്ണക്കടത്തുകാർ. മുനീറിൻ്റെ അമാനയിലെ ഗവേണിംഗ് ബോഡിയിലെ റഫീഖ് അമാന സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി. 2023 ഒക്ടോബറിൽ CISF അസിസ്റ്റന്റ് കമാൻഡന്റ് പിടിയിലായ കേസിലെ മുഖ്യ സൂത്രധാരനും റഫീഖ് എന്ന കസ്റ്റംസ് നിരവധി തവണ സമൻസ് അയച്ചിട്ടും റഫീഖ് ഹാജരായില്ല. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഇപ്പോൾ PV കുട്ടൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. PV കുട്ടൻ, കൈരളി ന്യൂസ് ഈ വാർത്ത ആദ്യഘട്ടത്തിൽ കൊണ്ടുവരുമ്പോൾ അബുലൈസ് ആയിരുന്നു. പിന്നീട് തൊട്ടടുത്തതിൻ്റെ ഫോളോ അപ്പും അന്വേഷണത്തിലും അബ്ദുൽ സലാം സലാം കൂടി ഇതിനകത്ത് ബന്ധപ്പെടുന്നു, ഗവേണിംഗ് ബോഡിയിലുണ്ട്. ഇതാ മൂന്നാമതും വരുന്നു. അതായത് ഈ അമാന എംബ്രേസ്, M.K. മുനീറിൻ്റെ ഈ അമാന എംബ്രേസ് അടിമുടി സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ സംഘങ്ങളാൽ നിറഞ്ഞതാണ് എന്നത് ബോധ്യമാകുന്നതാണോ ഇന്നും നമുക്ക് കിട്ടിയ വാർത്ത? ജിംഷാദ്, M.K. മുനീർ MLA ചെയർമാനായ അമാന എംബ്രേസ് പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയിൽ കൂടുതൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുണ്ടെന്ന നിർണായക വിവരമാണ് ഇപ്പോൾ കൈരളി ന്യൂസ് ഇന്ന് രാവിലെ പുറത്തുവിട്ടത്. പദ്ധതിയുടെ ജനറൽ കൺവീനർ അമാന ഗ്രൂപ്പ് തലവനായ ഇക്ബാൽ അമാനയാണ്. ഇദ്ദേഹത്തിന്റെ സഹോദരൻ റഫീഖ് അമാന ഗവേണിംഗ് ബോഡി അംഗമാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫണ്ടർ കൂടിയാണ് റഫീഖ് അമാന. ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘാടകൻ റഫീഖ് അമാന തന്നെയാണ്. എന്നാൽ റഫീഖ് അമാനയും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയാണെന്നുള്ള വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2023 ഒക്ടോബറിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ CISF അസിസ്റ്റന്റ് കമാൻഡന്റ് നവീൻ, ദില്ലി സ്വദേശിയായ നവീൻ പിടിയിലായ സ്വർണ്ണക്കടത്ത് കേസുണ്ടായിരുന്നു. ഈ കേസിന്റെ മുഖ്യ ആസൂത്രകനാണ് റഫീഖ് എന്നാണ് കസ്റ്റംസ് കണ്ടെത്തിയത്. ഈ കേസിൽ കസ്റ്റംസ് നിരവധി തവണ റഫീഖിന് സമൻസ് അയച്ചിരുന്നു. പക്ഷെ റഫീഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ തയ്യാറായിരുന്നില്ല. ഇത് വളരെ ദുരൂഹത നിറഞ്ഞൊരു കേസായിരുന്നു. കാരണം അന്ന് ഈ ഒക്ടോബർ മാസത്തിൽ അവിടെ ഈ കരിപ്പൂർ വിമാനത്താവളത്തിന്റെ പുറത്ത് ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരു വാഹനം, ഒരു ചുവന്ന രാമനാട്ടുകരയല്ല, ഇത് കരിപ്പൂർ വിമാനത്താവളത്തിനകത്ത് തന്നെയാണ്. രാമനാട്ടുകര അപകടവുമായി ബന്ധപ്പെട്ടല്ല, ഇത് അതിനുശേഷം ഇപ്പോൾ 2023 ഒക്ടോബറിലാണ്. അവിടെ എയർപോർട്ട് പുറത്ത് ദുരൂഹ സാഹചര്യത്തിൽ ഒരു താർ ജീപ്പ് കണ്ടു. ആ വാഹനത്തിലുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. 4 പേരാണ് ഉണ്ടായിരുന്നത്. അവരെ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെ ആ അന്വേഷണം അവിടെ CISFന്റെ അസിസ്റ്റന്റ് കമാൻഡറായ നവീനിലേക്ക് എത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് അവിടെ ലഗേജ് വിഭാഗം ജീവനക്കാരൻ ഷറഫ് അലി കൂടി പോലീസിന്റെ കസ്റ്റഡിയിലാവുന്നുണ്ട്. ഇവരുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് സ്വർണ്ണക്കടത്തിൽ റഫീഖ് അമാനക്കുള്ള പങ്ക് തെളിഞ്ഞത്. ഇവർ രഹസ്യ കോഡ് ഉപയോഗിച്ചായിരുന്നു ഈ സ്വർണ്ണക്കടത്ത് നടത്തിയത്. കോടിക്കണക്കിന് രൂപയുടെ സ്വർണം റഫീഖും സംഘവും ഈ കോഴിക്കോട് വഴി തന്നെ, കരിപ്പൂർ എയർപോർട്ട് വഴി തന്നെ കടത്തിയിട്ടുണ്ടെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. മുനീറിന്റെ അമാന എംബ്രസ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട സ്പോൺസറും റഫീഖിന്റെ സഹോദരൻ ഇക്ബാലുമാണ്. നേരത്തെ ഈ ഗവേണിംഗ് ബോഡിയിലെ സ്വർണ്ണക്കടത്തുകാരായ അബുലൈസിന്റെയും സലാമിന്റെയും വിവരങ്ങൾ നേരത്തെ കൈരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. അജിംഷാദ്, അതാണ് തീർച്ചയായും. അതായത് ഇത് യാദൃശ്ചികമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളും, PV കുട്ടൻ സൂചിപ്പിച്ച പല കാര്യങ്ങളും പുറമെ രാമനാട്ടുകരയിൽ 5 യുവാക്കൾ വാഹനാപകടത്തിൽ മരിക്കുന്നതും ഇതേ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് ബന്ധമുണ്ട് എന്നത് കൂടി ബോധ്യമാകുന്നൊരു ഘട്ടമുണ്ട്. അപ്പോൾ യാദൃശ്ചികമല്ല, 1ഉം 2ഉമല്ല, 3 പേർ. ഇപ്പോൾ തന്നെ നമ്മുടെ അന്വേഷണത്തിൽ 3 പേർ. ഇനിയും നമ്മുടെ അന്വേഷണം തുടരുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. സ്വാഭാവികമായും M.K. മുനീറും മുസ്ലിം ലീഗും നേരത്തെ നിരത്തിയ വാദങ്ങൾ കൂടിയാണ് പൊളിയുന്നത്, അല്ലേ PV കുട്ടൻ? തീർച്ചയായും അജിംഷാദ്, കഴിഞ്ഞ ദിവസം M.K. മുനീർ ന്യായീകരിച്ച് സംസാരിച്ചു. പിന്നീട് പുതിയ വിവരങ്ങൾ വന്നതിന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. പക്ഷെ P.K. ഫിറോസ്, യൂത്ത് ലീഗിന്റെ നേതാവ് P.K. ഫിറോസ് പറഞ്ഞത് ഇത് അദ്ദേഹം അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ പരിശോധിക്കും, നടപടി സ്വീകരിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇത്രയും ആൾക്കാർ, അതായത് ഈ സ്വർണ്ണക്കടത്തിലുണ്ടെന്ന് തെളിഞ്ഞ ഇപ്പോൾ നിലവിൽ 3 പേർ ഇതിനകത്ത് ഈ ഗവേണിംഗ് ബോഡിക്കകത്ത് വന്നു. ഇനിയും അന്വേഷണത്തിൽ കൂടുതൽ പേരുകളുടെ വിശദാംശങ്ങൾ പുറത്തു വരുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇതൊന്നും മുനീർ അറിയാതെയാണ് ഈ ഗവേണിംഗ് ബോഡിയിൽ ഇവരെ ഉൾപ്പെടുത്തിയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. മുനീറിന്റെ അറിവോട് കൂടി തന്നെ ആയിരിക്കും. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു അബുലൈസിന്റെ കേസൊക്കെ പഴയതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അല്ലാതെ ഇത് പരിശോധിക്കാം എന്നല്ല അദ്ദേഹം പറഞ്ഞിരുന്നത്. ഈ കേസ് പഴയതാണെന്ന് പറഞ്ഞുകൊണ്ട് അബുലൈസിനെ ന്യായീകരിക്കുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും സലാമിനെ പറ്റി, റഫീഖിനെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയ വിവരങ്ങൾ കൊടുവള്ളി MLA എന്ന നിലയിലും ഇവരൊക്കെ ലീഗിന്റെ പ്രവർത്തകന്മാരാണ്, ലീഗിന്റെ നേതാവ് എന്ന നിലയിലും മുനീറിന്റെ കൈവശം ഉണ്ടാകും. ഇതിന്റെ പ്രധാനപ്പെട്ട ഫണ്ട് നൽകുന്നത്, ഒരു MLA തന്റെ പദ്ധതിയിലേക്ക് എവിടെ നിന്നാണ് ഫണ്ട് വരുന്നത്, അതിന്റെ ഒരു സുതാര്യത ഉൾപ്പെടെ അന്വേഷിക്കാൻ
ബാധ്യസ്ഥനാണ്. കാരണം ഇതൊരു പൊതുസമൂഹത്തോട് മറുപടി പറയേണ്ട കാര്യം കൂടിയാണ്. തീർച്ചയായും ഇന്നലെ ഡിവൈഎഫ്ഐയും അത് ആവശ്യപ്പെട്ടു. കാരണം ഈ കൈരളി ന്യൂസിൻ്റെ ഈ വാർത്ത പുറത്തെത്തിയതിന് ശേഷം ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു MK മുനീറിൻ്റെ ഇത്തരത്തിലുള്ള ബന്ധം അന്വേഷിക്കണം. അത് മാത്രമല്ല ഇവിടുന്ന് പാവപ്പെട്ട യുവാക്കൾ അവിടെ എത്തുമ്പോൾ അവർക്ക് സൗകര്യമൊരുക്കുന്നതാണല്ലോ ഈ അമാന എംബ്രേസ് നടത്തിയിരുന്ന പദ്ധതി. അവരെ സ്വർണ്ണക്കടത്തിന് ഉപയോഗിക്കുന്നുണ്ടോ? കാരണം സ്വർണ്ണക്കടത്തുകാരാണ് ഇതിൻ്റെ സംഘാടകർ. അങ്ങനെയാണെങ്കിൽ സ്വർണ്ണക്കടത്തുകാർ പ്രതികളായ ഇവർ ഈ പാവ യുവാക്കൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? ഇതിനൊക്കെ ഒരു സമഗ്ര അന്വേഷണം ഡിവൈഎഫ്ഐയും കൈരളി വാർത്തയെ തുടർന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് PV കുട്ടൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.